ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ആ ലെസണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ കപ്പാസിറ്റൻസിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന എയർ കപ്പാസിറ്റർ ഉണ്ട്. ഇനി നമ്മളൊരു ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാൽ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ്, ആ ഒരു ടോപ്പിക് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് കപ്പാസിറ്റൻസ് C when there is vacuum within the parallel plates. A sheet having thickness 1/3 of the separation between the plates and relative permittivity K is introduced between the plates. The new capacitance of the system is എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഒരു എയർ കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്റൻസ് C ആണ്. അപ്പോൾ എയർ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നമുക്കറിയാം, അത് ε0 A ഡിവൈഡഡ് ബൈ D എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് അല്ലേ. അപ്പോൾ ε0 A ഡിവൈഡ് ബൈ D, ഇതാണ് എയർ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. അത് C എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു T തിക്നെസ്സിൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ആ കപ്പാസിറ്റൻസ് C' എന്ന് എടുക്കാം. അതിൻ്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ε0 A ഡിവൈഡഡ് ബൈ D മൈനസ് T പ്ലസ് T/K എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ശരിയാണോ? ആ തിക്നെസ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 1/3 ഓഫ് ദി സെപ്പറേഷൻ അല്ലേ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണ്, ഐ മീൻ തിക്നെസ് എത്രയാണ്, 1/3 ഓഫ് ദി സെപ്പറേഷൻ ആണ്. C' കാണും സീൻ്റെ ടേംസിൽ അല്ലേ. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം, ഈ C' C കൊണ്ട് ഡിവൈഡ് ചെയ്താൽ C'/C ചെയ്താൽ അല്ലേ, എടാ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യില്ലേ, എന്ത് കട്ട് ചെയ്തു, ε0 A കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, D ഡിവൈഡഡ് ബൈ അല്ലേ D മൈനസ് T പ്ലസ് T/K എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതിൽ ആ T എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആ T ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. T എത്രയാണ്, 1/3 ഓഫ് സെപ്പറേഷൻ, ഇത് D/3 ആണെന്ന് അല്ലേ. അപ്പം ഞാൻ ആ ടീൻ്റെ സ്ഥാനത്ത് D/3 എന്ന് കൊടുക്കുകയാണെങ്കിൽ നോക്കിയേ, അപ്പം എങ്ങനെ വരും നോക്കാം നമുക്ക്. D ഡിവൈഡഡ് ബൈ അല്ലേ D മൈനസ് ആ ടീൻ്റെ സ്ഥാനത്ത് എന്താ D/3 പ്ലസ് D/3K, ഇതാണ് C' ഡിവൈഡ് ബൈ C. ശരിയാണോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമ്മൾ സോൾവ് ചെയ്താൽ D മൈനസ് D/3 എത്ര വരിക, 2D/3 അല്ലടാ മക്കളെ വരിക. ഇതാ, അപ്പോൾ C'/C ഈക്വൽ ടു C' ഡിവൈഡ് ബൈ C ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ ഇത് 2D/3 എന്ന് വരും പ്ലസ് D/3K എന്ന് വരും. ശരിയാണോ? ആ ഡിനോമിനേറ്ററിന്ന് നമുക്ക് എന്തെടുക്കാം, D/3 നമുക്ക് പുറത്തെടുക്കാം. ഇൻടു 2 പ്ലസ് 1/K എന്ന് വരും. ശരിയല്ലേ? ഇനിതാ D കട്ട് ചെയ്തു, 3 മുകളിലേക്ക് വന്നു. അപ്പോൾ അതാ 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/K എന്ന് വരും അല്ലേ. ഇതിൻ്റെ LHS ശരിക്കും നോക്കണം, അത് C' ഡിവൈഡഡ് ബൈ C ആണ്. ഇനി ഞാൻ ഇതിനെങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ C' C ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 2K പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ K എന്ന് വരും. ഈ K മുകളിലേക്ക് വന്നു അല്ലേ. സോ എനിക്ക് കിട്ടിയിരിക്കുന്നത് C' ഡിവൈഡ് ബൈ C ഈക്വൽ ടു 3K ഡിവൈഡഡ് ബൈ 2K പ്ലസ് 1 എന്നാണ് അല്ലേ. ഇനി C' ആണ് എന്ത് ചെയ്താൽ മതി, ഈ സീനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാ C' ഈക്വൽ ടു അല്ലേ, സീനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3KC ഡിവൈഡ് ബൈ 2K പ്ലസ് 1 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ് വരുന്നത്, 3KC ഡിവൈഡ് ബൈ 2K പ്ലസ് 1.